മൈഗ്രെയിൻ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. മൈഗ്രെയിൻ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്. എല്ലാ തലവേദനയ്ക്കും മൈഗ്രെയിൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ആക്ച്വലി സാധാരണ തലവേദനയും മൈഗ്രെയിനും അങ്ങനെ വ്യത്യാസമുണ്ടോ? അതോ എങ്ങനെയാണോ വ്യത്യാസം അറിയാൻ പറ്റുക? നമ്മുടെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോമൺലി ഒരു സിവിയർ ഹെഡേക്കിനൊക്കെ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ സിവിയർ ഹെഡേക്കിന്റെ ഒരു സിനോണിമായിട്ട് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് മൈഗ്രെയിനിന് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡേക്ക് ICD-3 പ്രകാരമുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഒരു 3 മണിക്കൂർ തൊട്ട് 3 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ടു സിവിയർ, അതല്ലാതെ സിമ്പിൾ അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ഇന്റൻസിറ്റിയിൽ മൈഗ്രെയിൻ വരാറില്ല. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിലാറ്ററൽ പെയിൻ അല്ലെങ്കിൽ ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള പെയിനും സാധാരണ മൈഗ്രെയിനിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാറായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 3 നേച്ചേഴ്സ്, അതായത് നോസിയ, വൊമിറ്റിംഗ്, ഓക്കാനം വരിക, അതല്ലെങ്കിൽ തലവേദനയോടൊപ്പം ഛർദി വരിക, ഫോട്ടോഫോബിയ എന്ന് പറയുന്ന ലൈറ്റ് സെൻസിറ്റിവിറ്റി, വെളിച്ചം കാണാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ തലവേദന വരുന്ന അവസ്ഥ, ഫോണോഫോബിയ എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റി ടു ലിസണിങ് അല്ലെങ്കിൽ ഹിയറിംഗിനോടുള്ള സെൻസിറ്റിവിറ്റി, അത് നമുക്ക് ഓഡിയോ വിഷ്വൽ ഡിസ്റ്റർബൻസസും ഒക്കെ ഇതിന്റെ ഒപ്പം കാണുന്നതാണ്. ഇതോടൊപ്പം തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ പലപ്പോഴും ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്റ്റർബൻസസ്, നമ്മൾ സാധാരണ ഓറ എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ണിൽ ഫ്ലിക്കറിംഗ് ലൈറ്റ്സ് കാണുക, ചെവിയിൽ ചില സൗണ്ടുകൾ കേൾക്കുക, സാധാരണ ആളുകൾക്ക് കേൾക്കാൻ സാധിക്കാത്ത ചില മണങ്ങൾ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു സെൻസിറ്റിവിറ്റി കൂടുന്ന അവസ്ഥയിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇത് മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പിക്കാനായിട്ട് ഈ ക്രൈറ്റീരിയയില് ചില നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയിൽ ചിലതെടുത്ത് ചിലതുണ്ടോ എന്ന് കണക്കാക്കിയതിനു ശേഷം ഇതോടൊപ്പം തന്നെ ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നു, എത്ര മരുന്നുകൾ അല്ലെങ്കിൽ ചികിത്സകൾ ചെയ്തു, എന്തൊക്കെ ബാക്കിയുള്ള പേഴ്സണൽ ഹിസ്റ്ററീസ് ഉണ്ട്, ഇതെല്ലാം കണക്കാക്കിയതിനു ശേഷമാണ് ഒരു വ്യക്തിക്ക് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്.